ഹായ് ഫ്രണ്ട്സ്, ഡോക്ടർ ഷാനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആന്ധ്ര സ്റ്റൈലിലുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കോവയ്ക്ക രണ്ടറ്റവും കട്ട് ചെയ്തതിന് ശേഷം നല്ല വൃത്തിയായി കഴുകി തുടച്ചെടുക്കുക. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കോവയ്ക്ക നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കോവയ്ക്കൊക്കെ ഏകദേശം ഒരു കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മസാലപ്പൊടി ചേർക്കണം. ഈ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, ചെറിയ ജീരകവും പെരുംജീരകവും ഓരോ നുള്ളു വീതം, അതിൻ്റെ കൂടെ റോസ്റ്റഡ് നിലക്കടലയും 1 ടേബിൾ സ്പൂണോളം പരിപ്പുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ മിക്സിയിൽ മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കോവയ്ക്കയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കോവയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ഒരല്പം കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. കറിവേപ്പില ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഈ സമയത്ത് എണ്ണ കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരല്പം എണ്ണ കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് ഈ ഒരു മസാലയിൽ കോട്ട് ചെയ്ത് ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോവയ്ക്ക ഫ്രൈ ആണോ കോവയ്ക്ക റോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ ധാരാളം കോവയ്ക്ക കിട്ടുന്ന സമയത്ത് ഒരല്പം എടുത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇതിന്. പക്ഷേ നല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.